ഇലമ്പരണ്ട ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇലമ്പരയുടെ ഇലകളാണ്. ഇത് ഇലമ്പരണ്ടയുടെ ഇലകളാണ്, നമ്മൾ എടുത്ത ഇലകൾ. ഇത് നമ്മൾക്ക് ചമ്മന്തിയിലേക്കായിട്ട് നുറുക്കേണ്ടതായില്ല, അതായത് കത്തി വെച്ച് നുറുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ കൈകൊണ്ട് പിച്ചിടാവുന്നതേ ഉള്ളൂ. ഒരു 4 ആക്കി പിച്ചിട്ടാൽ നമുക്കത് ചമ്മന്തിയാക്കാൻ സാധിക്കും. പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില, പിന്നെ മുഴമുളക്, പിന്നെ ഇത് കൂടാതെ കുറച്ച് കുരുമുളക്, പച്ചമുളക്, സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി, പിന്നെ കുറച്ചുകൂടെ സ്വാദിഷ്ടമാക്കാൻ വേണ്ടിയിട്ട് ഒരു മല്ലിയില കൂടി ചേർത്താൽ കുറച്ചുകൂടെ മണവും നമുക്ക് ലഭിക്കും. വെളുത്തുള്ളി ഇഷ്ടപ്പെടുന്നവർക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്താൽ കുഴപ്പമില്ല. നമ്മളിവിടെ അധികം വെളുത്തുള്ളി ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇതിൽ ചേർക്കാത്തത്. ഏത് ഭക്ഷണത്തിലും നമ്മൾ ചേർക്കേണ്ടുന്നൊരു സംഭവമാണ് ഇഞ്ചി. ദഹനത്തിനും ഉദരസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇഞ്ചി വളരെ ഉത്തമമാണ്. ഇതിപ്പോൾ കടുക് താളിച്ചിട്ട് അതിൽ മുഴുവൻ ഇട്ടു, കുറച്ച് ഉഴുന്നും പരിപ്പും ചേർത്ത് അതിന് ശേഷം അതിൽ സവാളയും പിന്നെ നമ്മുടെ ഇലമ്പരണ്ടയുടെ ഇലകൾ, പിന്നെ കറിവേപ്പില ചേർത്ത് നമ്മൾ വഴറ്റിയിരിക്കുകയാണ്. ഇപ്പം ഇലമ്പരണ്ടയുടെ ഇലകളുടെ നിറം മാറിയിട്ടുണ്ട്, കണ്ടോ, ഗോൾഡൻ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. സവാളയും ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. ചമ്മന്തി ആക്കാനാണ് ഉദ്ദേശിക്കുന്നതിൽ ഇതിൽ 2 തക്കാളി കൂടി ചേർത്ത് അരച്ചെടുത്താൽ ചമ്മന്തി റെഡിയായി. നമുക്ക് ഏത് ഭക്ഷണത്തിനും ദോശയ്ക്ക് എന്തിനു വേണമെങ്കിലും ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാം. ചട്നിയിലും ഇതുപോലെ ഇലമ്പരണ്ടയുടെ ഇലകൾ വെറുതെ വഴറ്റി ചേർത്താൽ മതി. അല്ല, ഇത് നമുക്ക് കൂട്ടാനായിട്ട് വെക്കാനാണ് ഉദ്ദേശം എങ്കിൽ ഈ പരുവത്തിലെടുത്ത് അരച്ചെടുക്കുക. കുറച്ചുകൂടി സവാളയും തക്കാളിയും വഴറ്റിയിട്ട് അതിലേക്ക് ഈ അരപ്പ് ചേർത്താൽ മതി. ഈ ഇലമ്പരണ്ടയുടെ മുഴുവൻ ഗുണങ്ങളും നമുക്ക് ലഭിക്കും. ഇത് എല്ലുകൾക്ക് ബലം കിട്ടാനും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഇലമ്പരണ്ട. ഇനി ഇത് മിക്സിയിലേക്ക് എടുത്ത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് അരച്ച് ചമ്മന്തിയാക്കി കാണിച്ചു തരാം. ഒപ്പം തന്നെ എങ്ങനെ ഇത് കൂട്ടാനിലേക്ക് മാറ്റണമെന്നുള്ളതും കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ നല്ല ചമ്മന്തി പാകമാണ്. നല്ല ഇലമ്പരണ്ട ചമ്മന്തി സ്വാദിഷ്ടമാണ്. ഇത് ചേർത്ത് നമുക്ക് കൂട്ടാനായി ഇങ്ങനെ ദോശയ്ക്ക് വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ചമ്മന്തിയാക്കിയിട്ട് ഉപയോഗിക്കാം. അല്ല, ഇനി ഇത് കൂട്ടാനായിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ ഇത് ഈ അരപ്പ് ചേർത്തുകൊണ്ട് നമുക്കത് കൂട്ടാനാക്കി മാറ്റാം. അതും കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ ഒരു 3 സവാള കൂടി, ഇവിടിപ്പോൾ 4-5 പേര് ഉണ്ണാനുള്ളത് കൊണ്ടാണ് കേട്ടോ, 3 സവാള കൂടി നമ്മൾ 2 പച്ചമുളക് ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. സവാള നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുകയാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ചേർക്കാം. പുറത്തുനിന്നുള്ള നല്ല വെയിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഈ ഷെയ്ഡ് വരുന്നത്. ഇനി തക്കാളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു മല്ലിയില ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്ത ഇലമ്പരണ്ട, കുരുമുളക്, ഇഞ്ചി ചേർത്ത ആ ചമ്മന്തി ഇതിലേക്ക് ചേർത്താൽ നമുക്കിത് കൂട്ടാനായിട്ട് ചേർക്കാം. ഇതിപ്പോൾ കുറച്ചുകൂടെ സ്വാദിഷ്ടമാകാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. എളുപ്പത്തിന് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇലമ്പരണ്ടയും ഒരു 2 ഉള്ളിയും ചേർത്തൊന്ന് വഴറ്റി അതിൽ വേണ്ട ചേരുവകൾ ചേർത്ത് ചമ്മന്തി ആക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇലമ്പരണ്ടയെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അരച്ചതിൽ ചേർത്താൽ മതി. നേരിയ പുളിരസമാണ് ഇലമ്പരണ്ടയ്ക്ക്. അപ്പോൾ ഇലമ്പരണ്ടയുടെ ഗുണങ്ങൾ വൃന്ദാവനം ഗ്രൂപ്പിൽ പറഞ്ഞ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാം എന്നുള്ളത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. തക്കാളിയും വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇലമ്പരണ്ട ഇതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗ്രേവി ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം അതിൽ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ ഇലമ്പരണ്ട നമുക്ക് കൂട്ടാനായി കേട്ടോ. കുറച്ച് വെള്ളം ഒന്ന് ചേർക്കുന്നുണ്ട്, ഒന്ന് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇലമ്പരണ്ട കൂട്ടാൻ തയ്യാറായിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമാണ്. കുരുമുളകും ഇഞ്ചിയും എല്ലാം ചേർന്നിട്ട്, മല്ലിയിലയും ഇലമ്പരണ്ടയിലയും ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിന് വേണ്ടി എല്ലാം തന്നെ ചേർന്നിട്ടുള്ളൊരു കൂട്ടാനാണ് ഇപ്പോൾ അത്.
തമിഴ്നാട്ടിലൊക്കെ ഏറെ പ്രിയമുള്ളതാണ് ഇലംവരണ്ട. അവർ പരണ്ട ഇലകളെല്ലാം തന്നെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അത് ഇത്രയും ആരോഗ്യത്തിലിരിക്കുന്നത്. നമ്മൾ കേരളീയരും ഒരുപാട് ഇലകളൊക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്കും ഈ പരണ്ട ഇലകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങാം.